ബാർക്കോഴ കേസിൽ അന്വേഷണ സംഘം മൂന്നാറിൽ എത്തിയിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളെയും ഇന്ന് ചോദ്യം ചെയ്യാനാണ് നീക്കം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ബാർക്കോഴ കേസിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ മൂന്നാറിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബാർക്കോഴ വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലെ ബാർ ഉടമകളിലേക്ക് ഈ അന്വേഷണം വ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ കോട്ടയത്തെ സാനിയ ഹോട്ടലിൽ വെച്ച് അനിമോനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ പല മേഖലയിലും പല സ്ഥലങ്ങളിലും ബാർ ഉടമകളെ ഇന്ന് ചോദ്യം ചെയ്യുക, അത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ദൗത്യം മുമ്പിൽ നിൽക്കുന്നത്. ഏതായാലും കേരള ഹോട്ടൽസ് അസോസിയേഷൻ യോഗത്തിന് പിന്നാലെയായിരുന്നു ഇടുക്കിയിലെ ഈ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അനുമോനിട്ട സന്ദേശത്തിലായിരുന്നു ഈ പണപ്പിരിവിനെ പറ്റി വെളിപ്പെടുത്തലുണ്ടായത്. ഇത് വിവാദമായതോടെ ഈ പ്രസ്താവന വഴി മലക്കുമുറയുകയും ചെയ്തു. ഏതായാലും ഈ മൊഴി നൽകിയതിൽ ഇത് കേന്ദ്രീകരിച്ചാവും തുടരന്വേഷണമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുക. ഏതായാലും ഇത് ഇന്ന് അടിമാലി, മൂന്നാർ, അതോടൊപ്പം തന്നെ വാഗമൺ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ന് ഇടുക്കി ക്രൈംബ്രാഞ്ച് DSP ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.